വീട്ടമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ഞാൻ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ട് ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്ന് കൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ട് പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പത്തേന് ഈ ചേച്ചി ഇടത്ത് ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കകത്തോടെ കയറിയിട്ട് ഇപ്പുറത്തെ തിണ്ട കയറിയപ്പോഴത്തേ കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. പോയപ്പോഴത്തേനും കടുവ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ കയറി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറുപോയത്. എങ്ങനെ വലിയ വലിപ്പമുള്ള കടുവയാ. ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട്. അതിന് വാലിന് തന്നെ ഈ നീളമുണ്ട്. രാത്രി പലവട്ടം കടുവയുടെ അലർച്ച കേട്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. മുൻപും ഈ പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉണ്ടായിരുന്നതായും പ്രദേശവാസികൾ പ്രതികരിക്കുന്നു. വന്യമൃഗങ്ങളിലെ നാട്ടിലിറങ്ങിയ ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുഷ്കരമായിട്ടുണ്ട്. കൂടാതെ നിത്യ ജോലി ചെയ്യുന്നവർക്കും കൂലിപ്പണിയർക്കും തോട്ടം മേഖല ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാം. ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് 154, പിന്നെ ജനജീവിതം സംഭവിച്ചല്ലോ. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അവർക്കെല്ലാ ജീവിത സാഹചര്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടും. ബന്ധപ്പെട്ട കർഷകർക്ക് ഒന്നുമില്ല. ആനഭീതിയിൽ ഇരിക്കുവായിരുന്നു, പുറത്തിറങ്ങാൻ പേടിയാ. വിറക് പറക്കാൻ പോലും ഞാൻ പറമ്പിലേക്ക് പോകുന്നില്ല. ഇങ്ങനത്തെ കൂടുതൽ ഇടാൻ കത്തിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പറമ്പിൽ കയറി പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം ഞാൻ പോക്കൂല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയില്ല. ഇപ്പൊ ഈ നാട്ടില് യാതൊരു വിധത്തിലുള്ള സുരക്ഷയില്ല. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഇവിടെ മിക്കവാറും ആൾക്കാർ പശു കർഷകരാണ്. രാവിലെ പാലളക്കാൻ പോകുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ജീവിക്കേണ്ട ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പശു കറന്ന് ഈ ഉപജീവന മാർഗം കഴിയുന്നു, ജീവിക്കണമല്ലോ. മറ്റുള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ സർക്കാരുകൾ എന്ത് ചെയ്യണം? അവർക്കെല്ലാം മാന്യമായ ശമ്പളം, ജീവിക്കാനുള്ള വേതനം കിട്ടുന്നുണ്ട്. ഇപ്പം ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവാതെ ഇപ്പൊ ഞങ്ങളെ തന്നെ ഭിന്നിപ്പിച്ച്, ഞങ്ങൾ കോൺഗ്രസ്സുകാർ, മാർക്സിസ്റ്റുകാർ, BJP-കാരായിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ് ഇവർ ഭരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ ഇവര് ഈ ഭരണകൂടങ്ങളൊന്നുമല്ല. ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തൊരു മാർഗം കാണിച്ചു തരണ്ടേ? ആൾക്കാർ മുന്നോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം. ഇതിപ്പോ ഫോറസ്റ്റുകാർ വരുന്നില്ല, പാർട്ടിക്കാർ വരുന്നുണ്ട്, അവരൊക്കെ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ അനാശ? ഇത് നമുക്ക് ജീവിക്കേണ്ടത്.